ക്രിസ്തുവിൽ 1 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ കണ്ടിന്യൂഷനാണ്. ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള നല്ല നടപ്പിനെ ദുഷിക്കുന്നവർ നിങ്ങളെ പഴിച്ചു പറയുന്നതിൽ ലജ്ജിക്കേണ്ടതിന്. ശ്രദ്ധിച്ച ഈ വാക്യം വാസം വന്ന് വായിച്ച വാക്യം വായിക്കാൻ നല്ലതാണ്. 16-ാം വാക്യം. നല്ല നടപ്പിനെ ദുഷിക്കുന്നവർ നിങ്ങളെ പഴിച്ചു പറയുന്നതിൽ ലജ്ജിക്കേണ്ടതിന് നാം നല്ല മനസ്സാക്ഷി കാത്തു സൂക്ഷിച്ചാൽ മതി. പൗലോസ് പറയുന്നത് ദൈവത്തോടും മനുഷ്യരോടും നല്ല മനസ്സാക്ഷിയുള്ളവരായി. നമുക്ക് ക്രിസ്തുവിൽ നമ്മുടെ നല്ല നടപ്പിനെ ദുഷിക്കുന്നവർ, നമുക്ക് എന്തെങ്കിലും ഒരു ബലഹീനത വന്നാൽ അതിനെ പൊക്കിയെടുത്ത് ദുഷിച്ച് പറയുന്ന ഒത്തിരി പേരുണ്ട്. എനിക്ക് ഇഷ്ടം പോലെ പേര് ആൾക്കാരറിയാം. നമ്മുടെ നന്മയുടെ വശം അവർ കാണത്തേയില്ല. നമ്മളിലുള്ള നന്മയുടെ വശം അവർ കാണത്തില്ല. കണ്ണടഞ്ഞിരിക്കുക. എന്തെങ്കിലും ഒരു വീക്ക് പോയിന്റ് ഉണ്ടെങ്കിൽ അതിനെ പിടിച്ച് ദുഷിച്ച് പറഞ്ഞ് പഴിച്ചു പറഞ്ഞ് നല്ല നടപ്പിനെ ദുഷിക്കുന്നവർ നിങ്ങളെ പഴിച്ചു പറയുന്നതിൽ ലജ്ജിക്കേണ്ടതിന് നല്ല മനസ്സാക്ഷിയുള്ളവരായിരുന്നാൽ അവർ ലജ്ജിക്കും. എനിക്ക് നല്ല ഉറപ്പാ കാര്യത്തിൽ. ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയുള്ളവരായിരിക്കണമെന്ന് പൗലോസ് പറയുന്നു. ഒരു നല്ല മനസ്സാക്ഷി, ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷി. ശൗലിനെ കൊല്ലാനായിട്ട് ദാവീദിന്റെ മുമ്പ് കിട്ടിയപ്പോൾ ദാവീദ് എന്ത് ചെയ്തില്ല? കാരണം ശൗൽ ഒരു രാജാവായിരുന്നു, ഒരു അഭിഷക്തനായിരുന്നു. അഭിഷേകത്തിനെ തൊടാൻ എനിക്ക് പാടില്ല. അഭിഷേകം നഷ്ടപ്പെടുത്തിയ ശൗലിനെ കൊല്ലാനായിട്ടോ ഉപദ്രവിക്കാനായിട്ടോ ദാവീദിന് എന്ത് പറ്റി? ഇടയായില്ല. അതാ ദാവീദിന്റെ നല്ല മനസ്സാക്ഷി. ഇവരൊന്നുകൂടി പറയാം, നിന്നെ കൊല്ലാൻ എനിക്ക് അവസരം കിട്ടിയിട്ട് ഞാൻ കൊന്നില്ല, നിന്റെ വസ്ത്രം ഞാൻ മുറിച്ചെടുത്തു. നിന്റെ വസ്ത്രം ഞാൻ മുറിച്ചെടുത്തു. നിന്റെ വസ്ത്രം ഞാൻ മുറിച്ചെടുത്തു. നിന്റെ വസ്ത്രം എന്ത് ചെയ്തു? ഞാൻ മുറിച്ചെടുത്തു, നിന്നെ ഞാൻ കൊന്നില്ല. പിന്നീട് പിൽക്കാലത്ത് അത് അറിഞ്ഞു, ശൗൽ അറിഞ്ഞു, എൻ്റെ വസ്ത്രം മുറിച്ചെടുത്തു എന്ന് അറിഞ്ഞു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, നമ്മൾ കൊല്ലാനുള്ള അവസരം കിട്ടിയിട്ട് എന്ത് ചെയ്തു? കൊന്നില്ല, നിന്റെ വസ്ത്രം മുറിച്ചെടുത്തു. എനിക്ക് നിന്നെ വേണമെങ്കിൽ കൊല്ലാമായിരുന്നു. എന്നാൽ വേദപുസ്തകം പഠിച്ചു വരുമ്പോൾ മനസ്സിലാകുന്നത് അഭിഷേകം നഷ്ടപ്പെട്ട ശൗലിന്റെ വസ്ത്രം മുറിച്ചെടുത്തത് കൊണ്ട് ദാവീദിന്റെ മനസ്സാക്ഷി എന്ത് ചെയ്തു? കുത്തി തുടങ്ങി. അയ്യോ ഞാനത് ചെയ്തല്ലോ, അയ്യോ ഞാനത് ചെയ്തല്ലോ. ഇന്നിപ്പോ വസ്ത്രം മുറിച്ചെടുക്കലല്ല, കൊന്നിട്ട് പോലും ആർക്കും മനസ്സാക്ഷിക്ക് ഒരു പ്രയാസമില്ല. ദാസന്മാർ തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ തെറി പറയുന്നവരില്ലേ, വഴക്ക് പറയുന്നവരില്ലേ, എന്തെല്ലാം കാണിക്കുന്നു? ഒരു കുറ്റബോധം ഇല്ലല്ലോ. എന്താ കാര്യം? ദൈവാത്മാവ് പോയി. ദൈവാത്മാവ് നഷ്ടപ്പെട്ടു പോയി സഹോദര. പരിശുദ്ധാത്മാവ് ഉള്ളൊരു വ്യക്തിക്ക് ഒരു കുറ്റം ചെയ്താൽ, ഒരു തെറ്റ് ചെയ്താൽ, വാക്കിൽ പിഴച്ചാൽ, പ്രവൃത്തിയിൽ പിഴച്ചാൽ അപ്പ കുറ്റബോധം വരും. ഞാൻ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. ആരോട് കുറ്റം, ഏതെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നാൽ അപ്പം ഞാൻ നിരപ്രാവശ്യം, യാതൊരു മടിയില്ല കാര്യത്തിൽ. കാരണം എനിക്കറിയാം, യാക്കോബ് നാം പലരും തെറ്റിപ്പോകുന്നവരാ. അപ്പോൾ തെറ്റ് വന്നു പോയപ്പോൾ നിരപ്രാപിച്ച് എന്താണ് പ്രതിക്രിയ ചെയ്യേണ്ടത് അത് ചെയ്യാൻ ഞാൻ മനസ്സുള്ളവരാ. അതുകൊണ്ട് എനിക്ക് സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, പ്രത്യാശയുണ്ട്. എനിക്ക് ദൈവരാജ്യത്തിൽ പോകാമെന്നുള്ള നല്ല ഹോപ്പുണ്ട്. പിന്നെന്താ വേണം? പരസഹോദര, പിന്നെന്താ വേണം? ഹല്ലേലൂയ. ആ വാക്യം ഒന്നുകൂടി വായിക്കുന്നു. ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള നല്ല നടപ്പിനെ ദുഷിക്കുന്നവർ നിങ്ങളെ പഴിച്ചു പറയുന്നതിൽ ലജ്ജിക്കേണ്ടതിന് നമ്മൾക്ക് നല്ല മനസ്സാക്ഷി ഉണ്ടെങ്കിൽ പഴിച്ചു പറയുന്നവർ ലജ്ജിക്കുന്ന ഒരു സന്ദർഭം സ്വർഗത്തിലെ ദൈവം വരുത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ കഷ്ടം സഹിക്കണം. 17-ാം വാക്യം. നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നന്ദി. പെട്ടെന്ന് തീരും, 3-4 വാക്യം കൂടെ ഉള്ളൂ. നിങ്ങൾ കഷ്ടം സഹിക്കുന്നതിൽ, ഹല്ലേലൂയ, സ്തോത്രം, കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല നന്മ ചെയ്തിട്ട് തന്നെ കഷ്ടം സഹിക്കണം. അത് ഭയങ്കര പദപ്രയോഗമായിട്ടാണ്. ചുമ്മാ നമ്മുടെ അനുസരണക്കേട് കൊണ്ട് കിടന്ന് കഷ്ടം അനുഭവിക്കരുത്.
ദൈവപ്രമാണം ലംഘിച്ച് ദൈവികമല്ലാത്ത നിലയിലേക്ക് ജീവിച്ചിട്ട് ദൈവം ബാലശിക്ഷ നൽകി കിടന്ന് അയ്യം വിളിച്ചോളൂ, ആ കഷ്ട ദൈവത്തിന് പ്രസാദമല്ല. നാം നന്മ ചെയ്യണം, മറ്റുള്ളവരെ ബഹുമാനിക്കുകയും സ്വതന്ത്രം അവർക്ക് ആവശ്യമായ നിലയിൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത് നമ്മളാലാവുന്ന നിലയിൽ. ഇപ്പം ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ ഇതൊരു ശുശ്രൂഷയല്ലേ, ഇതൊരു നന്മയല്ലേ? ലോക മനുഷ്യർക്ക്, മറ്റുള്ളവർക്ക്, വിശ്വാസികൾക്ക് എനിക്ക് ചെയ്യാവുന്നതിൽ ഏറ്റവും വലിയ മഹത്തരമായ ശുശ്രൂഷ ഈ വചനം പറഞ്ഞു കേൾപ്പിക്കുന്നത്. മഹത്തരമായ ശുശ്രൂഷയാണ്. പലരും അതിനെ തെറ്റായ നിലയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതൊന്നും നമുക്ക് വിഷയമല്ല. വ്യാഖ്യാനിക്കുന്നവർ വ്യാഖ്യാനിക്കട്ടെ, എനിക്കതൊരു വിഷയമല്ല. സ്തോത്രം. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. തിന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കുന്നവരായിട്ടല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കും. ഞാനുള്ളവർക്ക് നന്മ ചെയ്തു, ഞാൻ ഒരാൾക്ക് പല നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്തു, പറഞ്ഞു കൊടുത്തു, പഠിപ്പിച്ചു, അതിൽ ഒരു കഷ്ടത അനുഭവിക്കേണ്ടി വന്നു, സാരമില്ല, ദൈവം അതിൻ്റെ പ്രതിഫലം തരും. എനിക്ക് നല്ല വിശ്വാസമുണ്ട് പ്രിയ ദൈവങ്ങളെ. നന്മയല്ലാതെ തിന്മ നമുക്ക് ആർക്കും ചെയ്തിട്ടില്ല. നന്മയല്ലാതെ തിന്മ ഒരാൾക്കും ഞാൻ ചെയ്തിട്ടില്ല. ഒരു ദോഷവും ഒരു മനുഷ്യനും ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് നല്ല പ്രാഗൽഭ്യം ഉണ്ടാക്കാറില്ല. അല്ലെങ്കിൽ വന്ന് എൻ്റെ മുഖത്ത് നോക്കി പറയണം, ഞാൻ ഇന്ന ദോഷം, നിങ്ങൾ എനിക്ക് ഇന്ന ദോഷം ചെയ്തു, അതുകൊണ്ട് നിങ്ങൾ പ്രതിക്രിയ ചെയ്യണം. പറയട്ടെ ധൈര്യമായിട്ട്. ആർക്കെങ്കിലും പറയാൻ ധൈര്യം ഉണ്ടെങ്കിൽ പറയട്ടെ, സഹോദരാ നീ എനിക്ക് ദോഷം ചെയ്തു, ഭാഷ നിങ്ങൾ എനിക്ക് ദോഷം ചെയ്തു കേട്ടോ, അത് ശരിയല്ല. അത് എന്ത് പ്രതിക്രിയ ചെയ്യണം? എന്ത് വേണം? ചെയ്തിരിക്കും കൊക്കിന് ജീവനുണ്ടെങ്കിൽ. ഹല്ലേലൂയ. അതാ എൻ്റെ സ്വഭാവം. നമ്മൾ ആർക്കും ഒരു ദോഷം ചെയ്യാൻ പാടില്ല. ഒരു ദോഷം വന്നു പോയാൽ ദൈവത്തിൽ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് സന്തോഷത്തോടെ പിന്നെയും പോവുക എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ വെളിപ്പാട്. അതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, സൗഖ്യമുണ്ട്, ബലമുണ്ട്. ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ പറ ശക്തനാകുന്നു. ഞാൻ ബലഹീനനാണ്, പക്ഷെ ഐ ആം എ സ്ട്രോങ് മാൻ. ശക്തിയില്ല, ആത്മീക ശക്തി, ദൈവകൃപ. നമ്മളൊരു കാര്യം തെറ്റ് തിരുത്തുമ്പോഴാണ് ദൈവം കൃപ തരുന്നത്. പത്രോസ് കരഞ്ഞപ്പോഴാണ് പത്രോസിനെ ഏറ്റവും വലിയ അപ്പോസ്തലനാക്കി മാറ്റിയത്. പൗലോസ് ഉറുമാല കൊണ്ട് സൗഖ്യപ്പെടുത്തുമ്പോൾ, തൊട്ട് സൗഖ്യപ്പെടുത്തുമ്പോൾ നിഴല് വീണ് സൗഖ്യമായി പത്രോസിന്റെ. മനസ്സിലായോ? നിഴല് വീണപ്പോൾ രോഗിയിൽ സൗഖ്യമായി. എന്താ കാര്യം? പത്രോസിന്റെ അനുതാപം, ഏറ്റുപറച്ചിൽ, ദൈവമായിട്ടുള്ള അവൻ്റെ നിരപ്പ്, ദൈവത്തോടുള്ള അവൻ്റെ സ്നേഹം കർത്താവിന് അറിയാമായിരുന്നത്. നമ്മുടെ ഹൃദയം കർത്താവ് അറിയുന്ന സഹോദര. മനുഷ്യൻ അറിയില്ലെങ്കിൽ അറിയണ്ട, ഹൃദയം കർത്താവ് അറിയുന്നു. എൻ്റെ ഹൃദയം കർത്താവ് അറിയുന്നത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പകയും വിദ്വേഷവും ഒന്നും ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കാറില്ല. അങ്ങനെ സൂക്ഷിക്കുന്നെങ്കിൽ എനിക്ക് ദൈവാത്മാവ് വെളിപ്പെടുത്തി തരും. ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ മുമ്പോട്ട് പോകും. അപ്പോൾ നമുക്ക് സന്തോഷം കിട്ടുന്നത്, പ്രത്യാശ കിട്ടുന്നത്. ഈ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ബലഹീനത പല കാരണങ്ങളുണ്ട്. നമ്മളിൽ ചില പാപ സ്വഭാവങ്ങളുണ്ടെങ്കിൽ ആ ശരീരത്തിൻ്റെ ബലഹീനത നമ്മൾ വിട്ടുപോകത്തില്ല. ആ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് വരുന്നത്. ദൈവത്തിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് പൗലോസ് പറയുന്നു. പൗലോസിന്റെ മേൽ ദൈവശക്തി ആവസിച്ചിരുന്നു. അതുകൊണ്ടാണ് അവൻ ബലഹീനനായിരുന്നപ്പോഴും ബലമുള്ളവനായിരുന്നത്. അവൻ രോഗിയായിരുന്നപ്പോഴും ശക്തനായിരുന്നു. അതുകൊണ്ട് ഈ മർമ്മം നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. നിങ്ങൾ കഷ്ടം സഹിക്കണമെന്നുള്ള ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടില്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കുന്നത് നന്മ. അടുത്തിട്ട് പറയുന്നു 18, ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവന് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. അനുസരണം പഠിക്കാനായിട്ട് ക്രിസ്തു കഷ്ടം അനുഭവിച്ചു. ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ഈ വാക്യം എൻ്റെ ഹൃദയത്തിൽ ഇന്ന് രാവിലെ, ഈ വാക്യം ഞാനിപ്പോൾ അനുഭവിക്കുന്ന കഷ്ടതയെക്കുറിച്ച് ഈ വാക്യം എനിക്ക് മറുപടിയായിട്ട് കിട്ടില്ല. ഞാൻ അനേകരെ ദൈവവചനം പ്രസംഗിച്ച് കേൾപ്പിക്കുമ്പോൾ, ദൈവിക സന്തോഷത്തിലേക്കും വചന വെളിപ്പാടിലേക്കും അനേകരെ നടത്തുമ്പോൾ എനിക്കെതിരെ പോരാട്ടമുണ്ട്. അതാ ഞാൻ അനുഭവിക്കുന്ന ഒരു കഷ്ടതകൾ. ആ ശരീരത്തിൻ്റെ വേദനകളും പ്രയാസങ്ങളും ഒക്കെയാണ്. പക്ഷെ അതിൻ്റെ ഇടയിലും ഞാൻ ഹാപ്പിയാണ്. സ്തോത്രം, 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 സ്തോത്രം.
ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി, നീതി കെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കലുണ്ട്. അപ്പോൾ നമ്മൾ കർത്താവിലേക്ക് ജനത്തെ ദൈവവചനം കൊണ്ട് അടുപ്പിക്കുമ്പോൾ, ദൈവവചനം കൊണ്ട് നമ്മൾ നിരപ്പിപ്പിക്കുമ്പോൾ എന്താണ്, നമുക്കെതിരെ കഷ്ടതകളുണ്ടാവും, പോരാട്ടം ഉണ്ടാവും, വെല്ലുവിളി ഉണ്ടാവും. ഇപ്പം ദാവീദ് ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സിംഹം വന്നൊരു പുലി വന്നു. ആടിനെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ സിംഹവും ഈ മൃഗങ്ങളൊക്കെ ദാവീദിന് നേരെ വരികയാണ്. ദാവീദിനെ കൊല്ലാൻ ദാവീദ് എന്ത് ചെയ്തു? വലിച്ച് കീറിക്കളഞ്ഞെന്ന് എഴുതിയിരിക്കുന്ന പുസ്തകത്തിൽ. അതുപോലെ ഭയങ്കര ആത്മശക്തിയുള്ളവനായിരുന്നു ദാവീദ്, ദൈവകൃപയുള്ളവനായിരുന്നു ദാവീദ്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു ദാവീദ്, ദൈവത്തിൻ്റെ സ്പെഷ്യൽ കോളിംഗ് ഉള്ളവനായിരുന്നു ദാവീദ്. ദാവീദിന്റെ സിംഹാസനത്തിലാണ് യേശുക്രിസ്തു രാജാവായിട്ടിരിക്കേണ്ടത്. അതുകൊണ്ട് തെറ്റുകുറ്റങ്ങൾ വരാത്തവരല്ല നീതിമാന്മാരിൽ തെറ്റുകുറ്റങ്ങൾ വരും. അവർ ക്രമീകരണം പ്രാപിച്ചു. ഈ മർമ്മം വലിയത് നമ്മൾ മനസ്സിലാക്കിയാൽ നന്ദി. ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി, നീതി കെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടമനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. ക്രിസ്തു കഷ്ടമനുഭവിച്ചു മരിച്ചെങ്കിൽ ആത്മാവിൽ എന്ത് ചെയ്തു? കർത്താവ് ജീവിച്ചു. സ്തോത്രം. ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ട ഒരുക്കുന്ന സമയത്ത് ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. മരിച്ച അധമപാതാളത്തിൽ വിശ്രമിക്കുന്ന പഴയ നിയമ വിശുദ്ധന്മാരോട് പത്രോസ് പ്രസംഗിച്ചു. എന്ത് പ്രസംഗിച്ചു? എൻ്റെ ക്രൂശ് മരണത്തിലൂടെ നിങ്ങൾക്ക് റിലീസ് കിട്ടി. സാത്താൻ്റെ തലയെ ഞാൻ തകർത്തു. ഇനി എന്നിലൂടെ നിങ്ങൾക്ക് എന്തുണ്ട്? ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കും. ആദാം മുതൽ പഴയ നിയമ വിശുദ്ധന്മാർ എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ ബലിമരണത്തിലൂടെയാണ് സ്വർഗരാജ്യത്തിലെത്തുന്നത്. എഫേസ്യ ലേഖനത്തിൽ അതുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. സ്തോത്രം. അവൻ ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. ഉയരത്തിൽ കയറിയെന്നതിനാൽ താഴേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഹല്ലേലൂയ. സ്തോത്രം. തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. യേശു കർത്താവിന്റെ പ്രസംഗം എന്തായിരുന്നു? ദൈവവചനത്തിന്റെ പ്രാവചനിക നിവൃത്തി എന്ന വണ്ണം ഞാൻ മരിച്ചു, അടക്കപ്പെട്ടു. നിങ്ങളുടെ എല്ലാം പാപത്തിന് പരിഹാരമായി ഞാൻ എൻ്റെ രക്തത്തെ മറുപടിയായിട്ട് കൊടുത്തു. ഇനി നിങ്ങളിവിടെ കിടക്കണ്ട എന്ന് പറഞ്ഞാൽ അവിടെ ആത്മാക്കളെ കൊണ്ട് വിശ്രാമ സ്ഥലത്താക്കിയെന്നാണ് പുസ്തകം പറയുന്നത്. പണ്ട് നോഹയുടെ കാലത്ത് പെട്ട ഒരുക്കുന്ന സമയത്ത് ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ആ പെട്ടകത്തിൽ അല്പജനമെന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. ഏത് വെള്ളം? നോഹയുടെ കാലത്തുണ്ടായിരുന്ന വെള്ളപ്പൊക്കം. ആ നോഹയുടെ കാലഘട്ടത്ത് വെള്ളം കൊണ്ട് ഭൂമിയെ നശിപ്പിക്കുമ്പോൾ ആ വെള്ളത്തിലൂടെ രക്ഷ പ്രാപിച്ച ഒരു കൂട്ടർ ജനം. ആരാ? ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതിമാനായി കണ്ട നോഹയും കുടുംബവും. ഇടയ്ക്കൊരു ഉപദേശി ഇടയ്ക്ക് നല്ല പലവരും പ്രസംഗിച്ച് കേൾക്കാറുണ്ട്. പ്രസംഗിച്ച് ആരും പെട്ടകത്തിൽ കയറിയില്ലെങ്കിലും കുടുംബമെങ്കിലും രക്ഷപ്പെട്ടുകൊള്ളേ. മനസ്സിലായോ? ഹലോ, കുടുംബമെങ്കിലും രക്ഷപ്പെടണേ. ആരും രക്ഷപ്പെട്ടില്ല, നമ്മളെങ്കിലും രക്ഷപ്പെടണം. അല്ല, എന്ത് ചെയ്യാൻ? അത് നോഹ അങ്ങനെ ചെയ്തില്ലേ? നോഹ 120 വർഷം പ്രസംഗിച്ചിട്ട് നോഹയും ഭാര്യയും മക്കളും കൂടി രക്ഷപ്പെട്ടില്ലേ? ഇപ്പം എൻ്റെ പ്രാർത്ഥന അതാ, ഏതൊക്കെ നിലയിൽ തലതിരിഞ്ഞ് പോയാലും ഈ നിലയിൽ വന്നേ പറ്റൂ, അല്ലെങ്കിൽ ദൈവം കൊണ്ടുവരും. അല്ലേ? നമ്മുടെ പ്രാർത്ഥന അങ്ങനെയാണെങ്കിൽ കൊണ്ടുവരില്ലേ? കൊണ്ടുവരും. ജയിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അപ്പന് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി, സഹോദരിക്കും ഭർത്താവിനും തങ്കച്ചനും ഭാര്യയും കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം കൊണ്ടുവരും. നിങ്ങൾ നീതിമാനായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലാതെ പോലെ സഹോദര, ദൈവം അവരെ കൊണ്ടുവരും. അതിനുള്ള മുഖാന്തരങ്ങളെ ദൈവം ഒരുക്കും. ദൈവത്തിന് ഒരു വ്യക്തിയെ മാനസാന്തരപ്പെടുത്താൻ വലിയ നേരമൊന്നും, 1 സെക്കൻഡ് മതി. ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിക്കേണ്ട പോലെ പ്രാർത്ഥിച്ചോ. പകയും ദുഷ്ടതയൊക്കെ ഹൃദയത്തിൽ വെച്ചോണ്ട് പ്രാർത്ഥിച്ച ദൈവം പ്രാർത്ഥന കേൾക്കത്തില്ല. നിർമ്മല മനസ്സോടെ നല്ല മനസ്സാക്ഷിയോടെ ദൈവത്തോട് മനുഷ്യനോട് കുറ്റമറ്റ മനസ്സാക്ഷിയോടെ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന ദൈവം കേൾക്കും. അല്ലാത്ത പ്രാർത്ഥന ഇവിടെ കിടന്ന് വട്ടം കറങ്ങും സഹോദര. പാസ്റ്റർമാർ പ്രാർത്ഥിച്ച് രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, വിസ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അയക്കി. ഇതൊന്നും പ്രാർത്ഥനയല്ല. അതൊക്കെ ചെപ്പടി വിധികളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
പ്രാർത്ഥിക്കുന്നത് ദൈവവചനം പ്രസംഗിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് കുറ്റബോധമുണ്ടാക്കി, പാപബോധമുണ്ടാക്കി, രക്ഷയിലേക്കും സ്നാനത്തിലേക്കും അഭിഷേകത്തിലേക്കും നടത്തി അവരെ നിത്യതയിലേക്ക് നടത്തുക. അതാ പ്രാർത്ഥന. അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. രോഗി സൗഖ്യമാകാനല്ല. രോഗിയായിട്ടിരുന്ന് മാനസാന്തരപ്പെട്ട് സ്വർഗത്ത് പോട്ടെ, അതാ ദൈവഹിതം. ഒത്തിരി പേരെ എനിക്കറിയാം. ഒരു മരിക്കുന്നത് ഒരു രോഗി. എൻ്റെ ദൈവവചനം പഠിച്ച ആ പ്രിയ അപ്പച്ചൻ ഒരു മുഴു രോഗിയായിരുന്നു. രോഗത്തോടെ ഇരുന്ന് മരിച്ച് താൻ സ്വർഗത്ത് പോയി. നീതിമാന്റെ മരണം ഉറക്കം പോലെ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്. പലരും ചുവട്ടി കീറുകയും തലയിൽ കൂടി വണ്ടി കയറുകയും അങ്ങനെ വിവിധ നിലയിൽ മരിക്കുമ്പോൾ നീതിമാന്റെ മരണം ഉറക്കം പോലെ ഉറങ്ങിക്കിടക്കുമ്പോൾ മരിച്ചു. എൻ്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാണ്. പക്ഷെ ക്യാപ്റ്റൻ ഷാമോല്, CC ജോർജ്, ഇവരൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോൾ മരിച്ചവരാണ്. ഒത്തിരി ഭക്തന്മാരുണ്ട്, എനിക്കറിയാത്തവരൊക്കെ ഒത്തിരി പേര്, ഒത്തിരി പേര്. സാധു കൊച്ചുഞ്ഞു ഉദ്ദേശിയൊക്കെ നല്ലൊരു മരണം ലഭിച്ച ആൾക്കാർ. കാരണം എന്താ, അവരൊരു നീതിമാന്മാരായിരുന്നു. അവരൊന്നും തെറ്റുകുറ്റങ്ങൾ വരാത്തവരല്ല. തെറ്റുകുറ്റങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് ദൈവം തൻ്റെ ഭക്തന്മാരെ ശുദ്ധീകരിക്കുന്ന എങ്ങനെയാണ്? രോഗത്തിലൂടെ, കഷ്ടതകളിലൂടെ, പ്രതിസന്ധികളിലൂടെ അവർ ശുദ്ധീകരിക്കും. ഇപ്പം ഞാൻ തെറ്റിപ്പോയ ദൈവം എന്നെ ശുദ്ധീകരിക്കും. എനിക്ക് അനങ്ങാൻ പറ്റത്തില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട് അതിനെക്കുറിച്ച്, നല്ല ബോധവാനാണ് ഞാൻ. തെറ്റ് വന്നാൽ ദൈവം എന്നെ അടിച്ചിരിക്കും, ഉറപ്പാ. അടിയോടെ ഞാൻ മടങ്ങി വന്നിരിക്കും. അതെനിക്ക് കിട്ടിയ പരിജ്ഞാനമാണത്. ആ പരിജ്ഞാനം എത്ര പേർക്കുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിനൊരു മുൻകുറി. അപ്പൊ സ്നാനത്തിന് അതൊരു നിഴലായിട്ട് നിൽക്കുക കേട്ടോ. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷി പ്രാപിച്ചെടുക്കാനാണ് സ്നാനം. ഏതായി നല്ല മനസ്സാക്ഷി? ദൈവത്തോടും മനുഷ്യനോടും കുറ്റമറ്റ മനസ്സാക്ഷി. ഇപ്പം ഞാനൊരു വ്യക്തിയോട് തെറ്റ് ചെയ്തു, പാപം ചെയ്തു. സപ്പോസ് എൻ്റെ മനസ്സാക്ഷി കുത്തി, എനിക്ക് ഹൃദയത്തിൽ വേദനയുണ്ടായി, ഞാൻ കരഞ്ഞു, ഞാൻ നിലവിളിച്ചു, കണ്ണുനീര് കൊണ്ട് ഞാൻ എൻ്റെ മുഖം കഴുകി, എനിക്ക് നല്ല മനസ്സാക്ഷി കിട്ടും. അതറിയില്ലേ? ആ വ്യക്തി ആ കുറ്റം ക്ഷമിച്ചില്ലെങ്കിലോ ആ വ്യക്തിക്ക് നല്ല മനസ്സാക്ഷി കിട്ടത്തില്ല. കുറ്റം ചെയ്ത ഞാൻ കരഞ്ഞ് നിലവിളിച്ച് മാപ്പപേക്ഷിച്ച് ക്ഷമായാചനം ചെയ്തുമ്പോൾ എനിക്ക് കിട്ടുന്നത് സമാധാനവും സന്തോഷവും നല്ലൊരു മനസ്സാക്ഷിയുമാണ്. നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തെറ്റുകുറ്റങ്ങളെ നമ്മൾ താലോലിക്കുന്നവരായിട്ടല്ല, അത് അതാത് സമയം ക്ലിയർ ചെയ്ത് പോവുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ക്രിസ്ത്യ ജീവിതം മനോഹരമായി തീരും. സ്തോത്രം. സ്നാനമോ ഇപ്പോൾ ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷിക്കായിട്ടുള്ള അപേക്ഷ എത്രേ. ഹല്ലേലൂയ. ഒരു നല്ല മനസ്സാക്ഷി നമുക്കുണ്ടാകണം. അത് ഏറ്റവും പ്രധാനമാണ്. അതിനെക്കുറിച്ച് 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് പ്രാർത്ഥിപ്പാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. ചില വാക്യങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് വായിച്ചു തന്ന് ഒന്ന് സഹായിക്കണം. 1 തീമോഥെയോസ് 1:18 മുതൽ 20 വരെ. ഭാഷമ്മ വായിച്ചാട്ട് എടുത്തവർ ആരെങ്കിലും വായിച്ചോ? 1 തീമോഥെയോസ് 1:18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. മകനെ തീമോഥെയോസ്, കേൾപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസ്സാക്ഷിയുമുള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. മതി. നല്ല മനസ്സാക്ഷി അനുസരിച്ച് യുദ്ധസേവ ചെയ്യുക. ഈ യുദ്ധസേവ എന്ന് പറഞ്ഞാൽ എന്താ സഹോദര? യുദ്ധസേവ എന്ന് പറഞ്ഞാൽ എന്താ? സുവിശേഷമല്ല. നമ്മൾ യുദ്ധകളത്തിലാണ് നിൽക്കുന്ന സഹോദരങ്ങളെ. യുദ്ധസേവ ചെയ്യാന്ന് പറഞ്ഞാൽ പൗലോസും പത്രോസും യോഹന്നാനും യാക്കോബും എല്ലാം യുദ്ധസേവ ചെയ്യുകയായിരുന്നു. ഇന്നുള്ളവരാണ് സുവിശേഷ വില ചെയ്ത് കാശുണ്ടാക്കുന്നവർ. അന്ന് ജീവൻ പണയം വെച്ചോണ്ട് സുവിശേഷ വില ചെയ്യുക, രക്തസാക്ഷികളായി. ഇന്ന് ജീവൻ പണയം വെച്ച് സുവിശേഷ വില ചെയ്യാൻ ഒത്തിരി ഇല്ല ഇവിടെ. ഇല്ലെന്ന് വെച്ചാൽ ഉണ്ട്, വളരെ പരിമിതം. ചെറിയ ശേഷിപ്പേ ഉള്ളൂ. ഉള്ള നല്ല സുവിശേഷകന്മാർ നല്ലൊരു പങ്കും മനുഷ്യനെ പിഴിഞ്ഞെടുക്കുന്നവരാണ്, വിശ്വാസികളെ പിഴിഞ്ഞെടുക്കുന്നവരാ. ഹല്ലേലൂയ. റേറ്റ് പറഞ്ഞ് പ്രസംഗിക്കുന്നവരാ, ഇത്ര കിട്ടണമെന്ന് പറയുന്നവരാ. അതാ ഞാൻ പിഴിഞ്ഞെടുക്കാന്ന് പറഞ്ഞതിൻ്റെ തലവറന്ന് പറഞ്ഞ. എല്ലാവരും പിടിച്ചിട്ട് ഇടിച്ചു കാശ് പിടിക്കാന്നല്ല. റേറ്റ് പറഞ്ഞ് മേടിക്കുമ്പോൾ പിഴിഞ്ഞെടുക്കുക.
റേറ്റ് പറഞ്ഞ് പ്രസംഗിക്കുന്ന ഒരു പ്രാസംഗികൻ്റെ അടുക്കൽ ഒരു പുതിയ വേലയ്ക്ക് വേണ്ടി ഒരു പ്രവർത്തന മേഖലയിൽ ഒരു മീറ്റിങ്ങിന് വിളിക്കുമ്പോൾ ഈ വ്യക്തിയെ എങ്ങനെയാണ് വിളിക്കുന്നത്? പാസ്റ്റർ എൻ്റെ കയ്യിൽ ഒന്നും തരാനില്ല, പാസ്റ്റർ ഒന്ന് മീറ്റിംഗ് നടത്തോ? അയ്യോ അത് ബുദ്ധിമുട്ടാണല്ലോ, ചിലവുണ്ടല്ലോ, എൻ്റെ റേറ്റ് ഇത്രയാ. അവരാ പിഴിച്ചെടുക്കുന്നത്. അങ്ങനെ പിഴിച്ചെടുക്കുന്നവരാ ഇന്ന് കൂടുതലും. എനിക്കിത് വലിയ ദുഃഖമുളവാക്കുന്ന കാര്യമാണ്, എനിക്കിത് വലിയ വേദന ഉളവാക്കുന്ന കാര്യമാണ്. അപ്പോഴാണ് ഞാൻ പ്രസംഗിച്ചത് 2.5 ഗ്ലാസ് വെള്ളം ഉണ്ടെങ്കിൽ കേരളത്തിൽ എവിടെയും സുവിശേഷം പ്രസംഗിക്കും. നല്ല വെറുതെ അല്ല, ഇതെൻ്റെ ഹൃദയത്തെ വല്ലാതെ തകർത്തു. ഈ ചിന്തകൾ, ഈ ദ്രവ്യാഗ്രഹികളുടെ വാക്കുകൾ. പണമൊന്നും നമ്മൾ ആരും കൊണ്ടുവരുന്നില്ല. ഒരൊറ്റ പൈസ, ഒരു ചില്ലി പൈസ കൊണ്ട് ആരും പോകുന്നില്ല, എങ്ങും പോകത്തില്ല. എൻ്റെ പൈസയെ കൊണ്ട് വല്ലവരും പോകും. ഹല്ലേലൂയ, മനസ്സിലായോ? അംബാനിയും കിംബാനിയും യൂസഫ് അലിയും കോടികൾ ഉണ്ടാക്കി ഒരു പോകുമ്പോൾ എന്ത് കൊണ്ടുപോകണമെന്ന് അറിയാമല്ലോ. ഒരു 5 പൈസ കൊണ്ടുപോകത്തില്ല. ഞാൻ വെളിപ്പാട് പുസ്തകം പഠിച്ചപ്പോൾ ഇവർ കൊണ്ടുപോകുന്ന ഒരു സാധനത്തെ കുറിച്ച് യോഹന്നാൻ അവിടെ പറയുന്നുണ്ട്. നിന്റെ പ്രവൃത്തികൾ നിന്നെ പിന്തുടരുന്നു. നന്മയ്ക്കായിട്ടും തിന്മയ്ക്കായിട്ടും ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന നിന്റെ പ്രവൃത്തികൾ നിന്നെ പിന്തുടരും. അല്ലാതെ പൈസയും ഗീസയും ഒന്നും കൊണ്ടുവരില്ല, വല്ലവരും കൊണ്ട് തിന്നും. അതൊക്കെ പൈസയ്ക്കൊന്നും പ്രാധാന്യം കൊടുക്കരുത്. ഇന്ന് വരും നാളെ പോകും. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമാണത്. ഇന്നത്തെ ക്രൈസ്തവഗോളം തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു മേഖല വിശ്വാസഗോളമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദിവസങ്ങളിൽ നല്ല മനസ്സാക്ഷിയുള്ളവരായി ജീവിക്കുക. 1 തീമോഥെയോസ് 1:5 വാക്യം വായിക്കുമ്പോൾ ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം. മനസ്സിലായിക്കോ? സ്വത്രം. ഒരു ശുശ്രൂഷകൻ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം. എത്ര ശുശ്രൂഷകന്മാർക്ക് അതുണ്ട്. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. എനിക്കൊരു നല്ല മനസ്സാക്ഷി തരണേ, ഒരു ശുദ്ധഹൃദയം തരണേ, നിർവ്യാജ വിശ്വാസം തരണേ കർത്താവേ. നമുക്ക് പ്രാർത്ഥിക്കാൻ, ഈ പ്രാർത്ഥിക്കുന്നവരെങ്കിലും എത്ര പേരുണ്ട്? ഇതില്ല എന്നുള്ളത് പോട്ടെ, പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഇന്ന് മുതൽ പ്രാർത്ഥിച്ചോ, നിങ്ങളെ കൊണ്ട് കർത്താവ് ശുശ്രൂഷ ചെയ്യിക്കും. ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം. എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ട്, വിശ്വാസികൾക്ക് എന്നോട് സ്നേഹമുണ്ട്, എനിക്ക് അവരോട് സ്നേഹമുണ്ട്. ആ സ്നേഹത്തിനൊരു മെഷർമെന്റ് പൗലോസ് പറയുന്നത്, അല്ലെങ്കിൽ വചനം പറയുന്നത്, ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം. ചുമ്മാ കുറെ സ്നേഹമുണ്ടെന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല. കാണുമ്പോൾ വിളിക്കെ ചിരിക്കുന്നതിലൊന്നും അർത്ഥമില്ല. ഹൃദയത്തിൽ ചതിയും വഞ്ചനയുമാണെങ്കിൽ എന്ത് സ്നേഹം സഹോദര? ചിലർ സ്നേഹിക്കുമ്പോൾ കൈ കൊടുക്കുമ്പോൾ തല കുമ്പിടും, പക്ഷെ ഉള്ളിൽ എന്തിരിക്കുക? പക വെച്ചോണ്ടിരിക്കുക. കളയണം സഹോദര, കളയണം അത്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയത്തിൽ ആർക്കെങ്കിലും കുത്തുകൊള്ളുന്നെങ്കിൽ നിങ്ങൾ ഇത് അനുസരിക്കണം. ആരെങ്കിലും കാണുമ്പോൾ വെളുക്കെ ചിരിച്ച് പാല് പോലെ വർത്താനം പറയാം, അങ്ങോ പോയി കഴിയാൻ നേരത്ത് പിന്നെ ഇതിനൊന്നും വേറെ പണിയില്ല. എനിക്കറിയാം ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, ഈ കാണുമ്പോൾ ഉള്ള സ്നേഹമുള്ളൂ, അത് കഴിയുമ്പോൾ ഇല്ല. അതിനാണ് കപട സ്നേഹം എന്ന് പറയുന്നത്. കാപട്യം, 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 ഹിപ്പോക്രൈറ്റ്സ്, കപടഭക്തി. ശാസ്ത്രിമാർക്കും പരീക്ഷന്മാർക്കും ഉണ്ടായിരുന്നൊരു കാര്യം അത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അതൊക്കെ പൊളിച്ചു കളയാനിടയായവര്. കപടഭക്തിക്കാരും ശാസ്ത്രിമാരുമായ പുരോഹിതന്മാരെ, പരീശന്മാരെ, കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നവരെ, ശവക്കല്ലറുകളെ പോലെ ജീവിക്കുന്നവരെ, അകം അശുദ്ധമാണ് പുറമെ വെള്ള തേച്ചവരെ. 23-ാം അധ്യായം എടുത്തങ്ങോട്ട് വായിച്ചു പഠിച്ചോ മുഴുവൻ. കർത്താവ് അവരെ പറഞ്ഞ് കുരുടന്മാരെ, പിന്നെ മൂഢന്മാരെ, പിന്നെ കപടഭക്തിക്കാരെ, പിന്നെ പാമ്പിൻ്റെ മക്കളെ, അത്രയും വരെ വന്ന് വിളിച്ചു. ദൈവമക്കളെ, ഞാൻ എന്തിനിത് പറയുന്നു? ഞാൻ ആരെയും വേദനിപ്പിക്കാൻ പറയുന്ന കാര്യങ്ങളല്ലേ. നമ്മുടെ ജീവിതത്തിൽ ചില സ്വഭാവങ്ങൾ അടിച്ചു കിടക്കുന്നു.
എൻ്റെയും നിങ്ങളുടെയും ഹൃദയങ്ങളിൽ ചില ജഡ സ്വഭാവങ്ങൾ അടിഞ്ഞു കിടപ്പുണ്ട്. അത് നമ്മൾ വിട്ടോടണം. ആ ജഡ സ്വഭാവം വിടണം. ഹല്ലേലൂയ. പ്രവൃത്തി പുസ്തകം 23 പഠിക്കുമ്പോൾ പൗലൂസിനെ കെട്ടഴിഞ്ഞവനായി, അതായത് കെട്ടപ്പെട്ടവനായി മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും ന്യായാധിപ സംഘത്തിൻ്റെയും മുമ്പാകെ കൊണ്ട് കെട്ടഴിച്ച് നിർത്തിയപ്പോൾ, റോമിലേക്ക് കൊണ്ടുപോകുന്ന ആ സമയത്ത് കെട്ടഴിച്ച് നിർത്തിയപ്പോൾ പൗലൂസ് പറയുകയാണ്, സഹോദരന്മാരെ, തന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്നവരോട് പറയുക, സഹോദരന്മാരെ, ഞാൻ ഇന്നേ ദിവസത്തോളം കേവലം നല്ല മനസ്സാക്ഷിയോടുകൂടി ദൈവത്തിൻ്റെ മുൻപാകെ നടന്നിരിക്കുന്നു. എന്തോ ചെയ്യാൻ പറ്റുമവർക്ക്? നല്ല മനസ്സാക്ഷിയോടെ ദൈവത്തിന് മുമ്പാകെ നടന്നിരിക്കുന്നു. അത് കഴിഞ്ഞ് ആ വാക്യം ഒന്നുകൂടി വിശദമാക്കി പൗലൂസ് പറയുന്നുണ്ട് 24:16. അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യനോടും കുറ്റമില്ലാത്ത മനസ്സാക്ഷി ഉണ്ടായിരിക്കാൻ ഞാൻ എപ്പോഴും ശ്രമിക്കുന്നു. എപ്പോഴും, വല്ലപ്പോഴും അല്ല, എപ്പോഴും ദൈവത്തോട് മനുഷ്യനോട് കുറ്റമറ്റ മനസ്സാക്ഷി ഉണ്ടായിരിക്കുക. അല്ലെങ്കിൽ ആത്മീയത ശരിയാകത്തില്ല. ചുമ്മാ കുറെ ബഹളം വെച്ച് കുറെ ബഹളമൊക്കെ കാട്ടിക്കൂട്ടാന്ന് വേണ്ടി അവസാനം നമ്മൾ നശിച്ച് നരകാഗ്നിയിലേക്ക് പോകും. എനിക്കിത് പറയാൻ മടിയില്ല, എൻ്റെ ഒരു സ്വഭാവം അതാ. സൂപ്പ് സാൽവേഷൻ എനിക്കില്ല. ഇന്നലെ അവിടെ ചെന്നപ്പോൾ അവരോട് പറഞ്ഞു മയപ്പെടുത്തണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മയോ ഇല്ല മായോ ഇല്ലെന്ന് പറഞ്ഞു. അവർ ചിരിക്കുക. മയോ ഇല്ല മായോ ഇല്ലെന്ന് പറഞ്ഞു. കാരണം മയത്തിൽ പറയാൻ, സോപ്പിട്ട് പറയാൻ കണ്ടെയ്നർ കണക്കിന് പാർഷന്മാരും ഒക്കെ കിടപ്പുണ്ട് ഇവിടെ. അപ്പോൾ പിന്നെ ഞാൻ ആ കൂട്ടത്തിൽ ഒന്നാകേണ്ട കാര്യമില്ല. അതിൽ നിന്നും വ്യത്യസ്തനായിട്ട് തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പം നല്ല മനസ്സാക്ഷി എന്നുള്ളത് 2 കൊരിന്ത്യർ 1:12 വായിച്ചാട്ടെ. 2 കൊരിന്ത്യർ 1:12 മനസ്സാക്ഷിയെക്കുറിച്ച് പറയുന്ന വേറൊരു വേദഭാഗം. ഹല്ലേലൂയ. ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷി. 1 കൊരിന്ത്യർ 2 കൊരിന്ത്യർ 1:12. ഞങ്ങൾ ലോകത്തിൽ വിശേഷാൽ ജഡജ്ഞാനത്തിലല്ല, ദൈവകൃപയിലത്രേ, ദൈവം നൽകുന്ന വിശുദ്ധിയിലും നിർമ്മലതയിലും പെരുമാറിയിരിക്കുന്നു എന്ന് ഞങ്ങളുടെ മനസ്സാക്ഷി സാക്ഷ്യം തന്നെ ഞങ്ങളുടെ പ്രശംസ. അതങ്ങനെയൊന്നും വായിക്കില്ല. ഞങ്ങളുടെ പ്രശംസ. വാക്യം കൃത്യമായിട്ട് വായിക്കരുത്, തെറ്റിക്കളയരുത്. ഒന്നുകൂടി വായിച്ചേ. ആ വാക്യം തന്നെ ഒന്നുകൂടി വായിച്ചേ. ആ വാക്യം മുഴുവനായിട്ട് ഒന്നുകൂടി വായിച്ചേ, തെറ്റാതെ വായിച്ചു. ഞങ്ങൾ ലോകത്തിൽ വിശേഷാൽ കൊരിന്ത്യരെ നിങ്ങളോട് ജഡജ്ഞാനത്തിലല്ല, ദൈവകൃപയിലത്രേ, ദൈവം നൽകുന്ന വിശുദ്ധിയിലും നിർമ്മലതയിലും പെരുമാറിയിരിക്കുന്നു എന്ന് ഞങ്ങളുടെ മനസ്സാക്ഷിയുടെ സാക്ഷ്യം തന്നെ ഞങ്ങളുടെ പ്രശംസ. വാക്യം വായിക്കുന്നതിനൊരു ഘടനയുണ്ട് കേട്ടോ. ചുമ്മാ അറയും കുറേയുമായിട്ട് വായിച്ചാൽ ആ വാക്യത്തിൻ്റെ അർത്ഥം കിട്ടത്തില്ല. ഞങ്ങൾക്കൊരു നല്ല മനസ്സാക്ഷിയുണ്ട്. ഞങ്ങൾ നിങ്ങളോട് പെരുമാറിയിരിക്കുന്നത് നല്ല മനസ്സാക്ഷിയോടെ പെരുമാറിയിരിക്കുന്നത്. അതാ ഞങ്ങളുടെ പ്രശംസ. എത്ര പാസ്റ്റർമാർക്ക് ഇത് പറയാൻ കഴിയും? വിശ്വാസികളോട് നല്ല മനസ്സാക്ഷിയോടെ ഇടപെട്ടിരിക്കുന്നു. വിശ്വാസികളെ വട്ടം കറക്കുന്ന ശുശ്രൂഷമരത്തിലുണ്ട്. എല്ലാവരും അല്ല കേട്ടോ. ഞാനീ പറയുമ്പോൾ എല്ലാവരും ഒന്നും ആരും ധരിക്കരുത്. ഒരു ന്യൂനപക്ഷം വിശുദ്ധിക്കും വേർപാടിനും നിൽക്കുന്നവരുണ്ട്. അവരെ ഞാനങ്ങ് അവോയ്ഡ് ചെയ്യുക. ബാക്കിയുള്ള എല്ലാറ്റെയും കൂടി ചേർത്തായി പറയുന്നത്. അന്ത്യകാലമാണ്, കർത്താവിൻ്റെ വരവായി, കാഹളം ധരിക്കാൻ സമയമായി. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹം ചെയ്തത് യേശു പോലും തിരികെ വരും. യേശു ക്രിസ്തു തിരികെ വരും, സഭയെ ചേർക്കാൻ വരും. ഈ വക സ്വഭാവ ഗുണങ്ങൾ, അപ്പോസ്തലന്മാർ പറയുന്ന സ്വഭാവ ഗുണങ്ങൾ ഇല്ലാത്ത ഒരെണ്ണത്തെ കർത്താവ് ചേർക്കത്തില്ല. ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന എന്നെപ്പോഴാണ് ഞാൻ എൻ്റെ കാര്യവും പോക്ക. അതാ ഞാൻ പേടിക്കുന്നത്. അതാ ഞാൻ തെറ്റ് വരുമ്പോൾ തിരുത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം. മനസ്സിലായോ? നോട്ടത്തില്, ചിന്തയില്, പ്രവൃത്തിയില്, സംസാരത്തില് തെറ്റുക. അപ്പോൾ തിരുത്തി പോവുക. ലംഘനം മറച്ചു വയ്ക്കരുത്. മറച്ചു വെച്ചാൽ ശുഭം വരികയില്ല. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചോണം. ക്രമീകരണം പ്രാപിച്ചോണം. നിരപ്പ് പ്രാപിച്ചോണം. മരണത്തിലുള്ള പാപം ചെയ്താൽ രക്ഷയില്ല, പോക്ക.
മരണത്തിലുള്ള പാപം എന്താ? കോടതി കയറാൻ പോകുന്ന മരണത്തിലുള്ള പാപമാണ്. സ്വത്രം. കോടതി കയറുന്നത് മരണത്തിലുള്ള പാപമാണ്. അവിടുന്ന് വായിച്ച് പോകുന്നെങ്കിൽ നല്ലതല്ലേ എനിക്ക് തോന്നുന്നു. വായിക്കുന്നത് 1 കൊരിന്ത്യർ 6-ാം അധ്യായം 1 കൊരിന്ത്യർ 6-ാം അധ്യായം എടുത്ത് വായിച്ച് ഇതൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കി പോകുന്നത് വളരെ നല്ലതല്ലേ? അല്ലേ? സ്വത്രം. അന്യായം സഹിച്ചുകൊള്ള സ്വത്രം. അല്ല സഹോദരന്മാരെ, സഹോദരൻ സഹോദരനെതിരെ വ്യവഹരിക്കുന്നു. 6:6 മുതൽ സഹോദരൻ സഹോദരനെതിരെ വ്യവഹരിക്കുന്നു, അതും അവിശ്വാസികളുടെ മുൻപിൽ തന്നെ. ഗുണം പിടിക്കാത്ത വക്കീലന്മാരുടെ മുമ്പിലും ജഡ്ജിമാരുടെ മുമ്പിലും. നിങ്ങൾ തമ്മിൽ വ്യവഹാരം ഉണ്ടാകുന്നത് തന്നെ കേവലം പോരായ്മയാകുന്നു. അതിനു പകരം നിങ്ങൾ അന്യായം സഹിച്ചുകൊള്ളാത്തതെന്ത്? നഷ്ടം ഏറ്റുകൊള്ളാത്തതെന്ത്? അല്ല, നിങ്ങൾ അന്യായം ചെയ്യുകയും നഷ്ടം വരുത്തുകയും ചെയ്യുന്നു, അതും സഹോദരന്മാർക്ക് തന്നെ. അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? എന്താണ് അന്യായം? ദുർനടപ്പ്, വിഗ്രഹാരാധന, വ്യഭിചാരം, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗിരികൾ, മദ്യപാന്മാർ, വാവിഷ്ടക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശം ആക്കയില്ല. ഇനി ഗലാത്യരുടെ ലേഖനത്തിലെ വാക്യം കൂടി ഒന്ന് വായിച്ചേ. ദൈവരാജ്യം അവകാശമാക്കാൻ പറ്റാത്തവരെ എവിടെയാണ് കിടക്കുന്നത്? ദൈവരാജ്യം അവകാശമാക്കാൻ പറ്റാത്തവരെ. ഹല്ലേലൂയ. ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ് തന്നെ. ഗലാത്യർ 5:19. ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് മുതലായ എന്നിവ വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കയില്ല. ദൈവരാജ്യം അവകാശമാക്കാൻ പറ്റാത്ത പാപ സ്വഭാവങ്ങളുള്ള പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഇതൊന്ന് തിരിച്ചറിയുക. ഗലാത്യർ 5:19, 20, 21 പിന്നെ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 9, 10 വാക്യങ്ങൾ. ദൈവരാജ്യം അവകാശമാക്കാൻ പറ്റാത്ത അനേക പാപ സ്വഭാവങ്ങൾ വിശ്വാസികളിലുണ്ട്. അതെല്ലാം കണ്ടുപിടിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് നമ്മുടെ ക്രിസ്ത്യ ജീവിതം മുൻപോട്ട് നയിക്കുവാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ പരിമിതപ്പെടുത്തുക. സ്തോത്രം. അടുത്ത് അവൻ സ്വർഗത്തിലേക്ക് പോയി. സ്തോത്രം. ആര് പോയി? യേശു ക്രിസ്തു. അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടിരിക്കും. ഇതാണ് 1 കൊരിന്ത്യർ 1 പത്രോസിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ അവസാനമായി. കർത്താവ് സ്വർഗത്തിലിരിക്കുക. ശിഷ്യന്മാരോട് പറഞ്ഞു, അവൻ സ്വർഗത്തിലേക്ക് പോയതുപോലെ തിരിച്ചു വരും. ഒരു ക്രിസ്ത്യാനിയുടെ പ്രത്യാശയാണ്. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നു. നിങ്ങളെ വിട്ട് സ്വർഗാരോപണം ചെയ്ത യേശു പോയതുപോലെ തിരികെ വരും. യേശു തിരികെ വരുമ്പോൾ ഇവിടെയുള്ള പന്തകോസുകാരെല്ലാം ഏതവസ്ഥയിലാണാവോ എനിക്കറിയത്തില്ല. ഞാൻ പേടിച്ച് അരണ്ടിരിക്കുക. എന്താ കാര്യം? ഞാൻ തട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിക്കുക. ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക. സഹോദരന്മാരോട് ചോദിക്കും, സഹോദര, എൻ്റെ വാക്ക് നിനക്ക് ഇടർച്ചയായോ? ആയി. ദൈവനാമത്തിൽ ക്ഷമിച്ചായി. എൻ്റെ വാക്ക് നിനക്ക് ഇടർച്ചയായോ? ഇടർച്ചയായി. നീ എന്നാ നാമത്തിൽ ക്ഷമിച്ചു. എനിക്കെന്താ ഈ ചോദിക്കണേ? എന്താ കുഴപ്പം? നമ്മൾ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ മറ്റുള്ളവർക്ക് സ്വീകാര്യമാണെന്നൊരു ചിന്തയാണ് നമുക്കുള്ളത്. നേരെ തെറ്റാത്. നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ മറ്റുള്ളവർക്ക് വേദനാജനകമാണ്. ഞാൻ എന്നെ കൂടി ചേർത്ത് പറയുക. അതുകൊണ്ട് പരസ്പരം തെറ്റുകുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണമെന്നുള്ള ഒരു വിലയേറിയ അപേക്ഷ നിങ്ങളുടെ മുൻപിൽ വെച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം, 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 സ്തോത്രം.